ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ മധ്യസ്ഥനായ വിശുദ്ധ പാദ്രെ പിയോയുടെ രൂപത്തിൽ നിന്നും രക്തക്കണ്ണീർ ഒഴുകുന്നതായി റിപ്പോർട്ട്. ഇറ്റലിയിലെ കാസാൽബ എന്ന ചെറിയ പട്ടണത്തിലെ സാന്താ മരിയ ഡെല്ല ഗ്രാസി ദേവാലയത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധ ആകർഷിച്ച ഇത് ദൃശ്യമായത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് സംഭവത്തിനാസ്പദമായ കണ്ടെത്തലുണ്ടാകുന്നത്. ദേവാലയത്തിലെത്തിയ ഒരിടവകക്കാരനാണ് വിശുദ്ധ പാദ്രെ പിയോയുടെ രൂപത്തിൻ്റെ ഇടതു കണ്ണിൽ നിന്നും ചോരയ്ക്ക് സമാനമായ ചുവന്ന കണ്ണുനീർ തുള്ളി താഴേക്ക് ഒഴുകുന്നതായി ആദ്യം ശ്രദ്ധിച്ചത്. കണ്ണീർ കണ്ടയുടൻ തന്നെ വിശ്വാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇടവക വികാരിയായ ഫാദർ ജിറോലോമോ ക്യാപ്വാനോ സ്ഥലത്തെത്തുകയും രൂപത്തിലെ കറ തുടച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ ചുവന്ന കറ മാറ്റാൻ സാധിച്ചില്ല. കഴിഞ്ഞ 2 വർഷമായി പള്ളിയുടെ മുൻവാതിലിൽ സ്ഥാപിച്ചിരുന്ന രൂപമാണിത്. ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കായി നിലവിൽ ഈ രൂപം അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ ഇടവക വികാരി പള്ളിയിലെ സുരക്ഷാ ക്യാമറകൾ നേരിട്ട് പരിശോധിച്ചു. ഇത് ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ അടയാളമാണെന്ന് ഇടവക വികാരി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ ഞങ്ങളുടെ പള്ളിയിലുണ്ട്. ഏപ്രിൽ 1 മുതൽ 30 വരെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ഞാൻ വ്യക്തിപരമായി പരിശോധിച്ചു. ഏപ്രിൽ 18-നാണ് ഈ രക്തക്കണ്ണീർ പ്രത്യക്ഷപ്പെട്ടത്. പകലോ രാത്രിയോ ഒരാൾ പോലും അടുത്തു വരികയോ അസ്വാഭാവികമായി ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതൊരു പെയിന്റർക്ക് പോലും ഇത്ര കൃത്യമായി വരച്ചെടുക്കാൻ പറ്റില്ല. ഇതുതന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ അത്ഭുതം ചർച്ചയായതോടെ ഇതിന് പിന്നാലെ ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്താനായി വലിയൊരു അന്വേഷണത്തിന് വത്തിക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണീരിൽ രക്തത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ടോ അതോ മറ്റെന്തെങ്കിലും രാസവസ്തുവാണോ എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ വ്യക്തമാകും. 2024-ൽ വത്തിക്കാൻ പുറത്തിറക്കിയ നോംസ് ഫോർ പ്രൊസീഡിംഗ് ഇൻ ദ ഡിസാർമെന്റ് ഓഫ് അലൈജ്ഡ് സൂപ്പർനാച്ചുറൽ ഫിനോമിന അനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള നടപടികൾ. അന്വേഷണങ്ങളുടെ ഫലം എന്തുതന്നെയായാലും തങ്ങളുടെ വിശ്വാസത്തെ തളർത്താൻ ഒന്നിനും കഴിയില്ല എന്ന് ഇടവക വികാരിയും വിശ്വാസികളും ഒരുപോലെ പറയുന്നു. 2015-ൽ ഇതേ നഗരത്തിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും കണ്ണുനീർ വരുന്നുവെന്ന വാർത്ത ഉയർന്നിരുന്നുവെങ്കിലും അത് മഴവെള്ളം ഒലിച്ചിറങ്ങിയതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉള്ളതിനാൽ കപ്പുവ രൂപത ബിഷപ്പ് മോൺസിഞ്ഞോർ പിയത്രോ ലഗാനീസിയുടെ നേതൃത്വത്തിൽ വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. അതുവരെ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബിഷപ്പിനോട് വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.